കാണാലോ, സ്ക്രീൻ കാണാലോ. സ്ക്രീൻ കാണുന്നില്ലല്ലോ. ഒരു മിനിറ്റ്. റെക്കോർഡിങ്ങിന്റെ അത് കാണാനുണ്ടല്ലോ. ഓക്കെ, എക്സൽ ഓപ്പൺ ആക്കിയിട്ടില്ല. ഓക്കെ, ശരി, നോക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ എക്സൽ എന്നുള്ള സോഫ്റ്റ്വെയർ. അറിയാലോ, ഒരു കമ്പനിയുടെ ഡാറ്റ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ റിപ്പോർട്ടുകൾ. വേഡ് നമ്മൾ പഠിച്ചത് ടൈപ്പിങ്ങിനോട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരുന്നു കൂടുതൽ, അല്ലേ? ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ ലെറ്റർ ടൈപ്പ് ചെയ്യുക, അങ്ങനത്തെ ടൈപ്പിങ്ങിനോട് ബന്ധപ്പെട്ടിട്ട് കിട്ടുന്ന കാര്യങ്ങളായിരുന്നു നമ്മൾ വേഡിൽ കൂടുതലായിട്ട് ചെയ്തിരുന്നത്, അല്ലേ? എന്നാൽ എക്സലിൽ നമ്മൾ കൂടുതലായിട്ട് കാൽക്കുലേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഒരു റിപ്പോർട്ടുകൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നമ്മളൊരു കമ്പനിയുടെ റിപ്പോർട്ടുകളൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണെന്ത്, എക്സൽ. നമുക്ക് നോക്കാം. സ്റ്റാർട്ടിൽ വന്നു കഴിഞ്ഞാൽ കാണാം, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ കണ്ടല്ലോ എക്സൽ എന്നുള്ളൊരു സോഫ്റ്റ്വെയർ നമുക്ക് ഓപ്പൺ ആക്കാം. ക്ലിയർ അല്ലേ? നമ്മൾ വേഡ് പറഞ്ഞ പോലെ തന്നെ റീസെൻറ്റ് ഫയലുകൾ മുന്നേ എടുക്കുന്നുണ്ടാവും. നമ്മളിപ്പോൾ തൽക്കാലം ബ്ലാങ്ക് വർക്ക് ബുക്ക്, നമ്മൾ വേഡിനെ നമ്മൾ ഡോക്യുമെൻ്റ് എന്നുള്ള പേരിൽ അറിയപ്പെട്ടപ്പോൾ എക്സലിനെ നമ്മൾ അറിയപ്പെടുന്നത് ബ്ലാങ്ക് വർക്ക് ബുക്ക് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? വർക്ക് ബുക്ക് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വേഡ് പോലെയല്ല, ഇങ്ങനെ കുറേ കള്ളിയും കോളങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഷീറ്റാണ്, വർക്ക് ഷീറ്റാണ് നമുക്ക് എക്സൽ ഓപ്പൺ ആയി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ നമ്മൾ വേഡിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമ്മൾ വ്യൂ എന്നുള്ള മെനുവിൽ പോയിട്ട് അതിൻ്റെ വ്യൂസുകളുണ്ട്, കണ്ടല്ലോ. വർക്ക് ബുക്സ് വ്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം ഉണ്ടല്ലോ, കണ്ടല്ലോ. വ്യൂ എന്നുള്ള മെനുവിൻ്റെ ഉള്ളിൽ വർക്ക് ബുക്സ് വ്യൂസ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഇവിടെ ഏറ്റവും ആദ്യം കാണാം വർക്ക് ബുക്സ് വ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് ആണ്. വ്യൂ എന്നുള്ള മെനുവിൽ ക്ലിക്ക് ചെയ്താൽ ഫസ്റ്റ് ഇതിൽ, അതായത് ഫയല്, ഹോം, ഇൻസേർട്ട് എന്നൊക്കെ പറയുന്ന പോലെ അതിൽ പേജ് ലേഔട്ട്, ഫോർമുല, ഡാറ്റ, റിവ്യൂ, വ്യൂ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് ആണ്. വ്യൂവിൽ ഫസ്റ്റ് തന്നെ കാണാം വർക്ക് ബുക്സ് വ്യൂസ് എന്ന് പറഞ്ഞിട്ട് തുടക്കത്തിൽ തന്നെ കാണാം. ആ ഫയല് ഹോമിൻ്റെ ഒക്കെ അടിയിലായിട്ട് കാണാം വർക്ക് ബുക്സ് വ്യൂസ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഓക്കെ. അതിൽ ഒന്ന് സാധാരണ എപ്പോഴും നോർമലായിട്ടൊക്കെ എടുക്കുന്നുണ്ടാവുക. നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? പേജ് ലേഔട്ടാക്കി സെറ്റ് ചെയ്യാം. അതായത് പ്രിൻ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന, നമ്മൾ നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ നമ്മൾ പ്രിൻ്റ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന റിപ്പോർട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പേജ് ലേഔട്ടിലായിരിക്കണം വർക്ക് ചെയ്യേണ്ടത്. കണ്ടല്ലോ, അപ്പോൾ ഓരോ പേജ് ബേസ് ചെയ്തിട്ട് വരുന്നത് കണ്ടോ സ്ക്രീന്? കണ്ടല്ലോ, 1, 2, 3 എന്നൊക്കെയുള്ള പേജുകളായിട്ട് വരുന്നതുണ്ടാ. ഒരു ഒന്നാമത്തെ പേജ് ഇത് രണ്ടാമത്തെ പേജ് കണ്ടോ, ഇത് മൂന്നാമത്തെ പേജ്, അങ്ങനെ പേജ് ലേഔട്ടുകളിലായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പ്രിൻ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന വർക്കുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? പേജ് ലേഔട്ട് എന്നുള്ളതിൽ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ പേജ് ലേഔട്ട് എന്നുള്ള മെനുവിൻ്റെ ഉള്ളിൽ പേപ്പറിൻ്റെ സൈസ് സെറ്റ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? പേപ്പറിൻ്റെ സൈസുകൾ ക്ലിക്ക് ചെയ്യാം. അത് നമ്മൾ വേഡിൽ പഠിച്ച പോലെ തന്നെയാണ് കേട്ടോ. പേപ്പറിൻ്റെ ഓറിയൻറ്റേഷൻസ് സെറ്റ് ചെയ്യാം, പേപ്പറിൻ്റെ മാർജിൻസുകൾ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കമ്പനിയിൽ നമുക്കിപ്പോൾ ഒരു A4 പേപ്പറാണ് അല്ലെങ്കിൽ A3 പേപ്പറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ വന്നിട്ട് സൈസ് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. A4, A3 കണ്ടല്ലോ, ഏത് പേപ്പർ സൈസുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കാം. അതേപോലെ തന്നെ പേപ്പറിൻ്റെ ഓറിയൻറ്റേഷൻസ് നേരെ വേണമെങ്കിൽ നേരെ, വൈഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വൈഡായിട്ട് യൂസ് ചെയ്യാം. മാർജിൻസുകൾ സെറ്റ് ചെയ്യാം. മറ്റേൽ ചെയ്തിരുന്ന പോലെ തന്നെ കസ്റ്റം മാർജിൻ അടിച്ചു കഴിഞ്ഞാൽ വേഡിൽ ചെയ്തിരുന്ന പോലെ തന്നെ നമുക്ക് ടോപ്പ് മാർജിൻ, ലെഫ്റ്റ് മാർജിൻ, റൈറ്റ് മാർജിൻ, ബോട്ടം മാർജിനുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസുകളുണ്ട്. ക്ലിയർ ആണല്ലോ? അതിപ്പോൾ നമ്മൾ വേഡിലത്തെ അതേ സെറ്റിങ്സ് തന്നെയാണ് എക്സലിലുള്ളത്. നമ്മൾ ആദ്യത്തെ വേഡിൻ്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന സെയിം സെറ്റിങ്സ് തന്നെയാണ് നമ്മൾ എക്സലിലുള്ളത്. വ്യൂവിൽ പോയിട്ട് പേജ് ലേഔട്ട് എന്നുള്ളതിൽ വർക്ക് ചെയ്യാം. പേജ് ലേഔട്ടിൻ്റെ ഉള്ളിൽ പേപ്പറിൻ്റെ ഓറിയൻറ്റേഷൻസ്, പേപ്പറിൻ്റെ സൈസ്, പേപ്പറിൻ്റെ മാർജിൻസുകൾ നമ്മൾ സെറ്റ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഇത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള സെയിം കൺസെപ്റ്റ് തന്നെയാണ്. ഇനി നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഞാനിപ്പോൾ A4 പേപ്പറാണ് കേട്ടോ തിരഞ്ഞെടുത്തിട്ടുള്ളത്. എക്സലിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും ആദ്യം നമ്മൾ ഹെഡിങ് സെറ്റ് ചെയ്യരുത്. പല ആൾക്കാരും ചെയ്യുന്ന ഫസ്റ്റത്തെ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് ഉള്ള സംഭവമാണിത്. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും? എന്താണോ നമ്മുടെ കമ്പനി, ആ കമ്പനിയുടെ പേരെന്താണെന്നുണ്ടെങ്കിൽ ആ ഹെഡിങ് ആണ് ഫസ്റ്റ് സെറ്റ് ചെയ്യും എക്സലിൽ.
കുറേ ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യാറ്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ദോഷം എന്താ വെച്ചാൽ ഇത് അലൈൻമെൻറ്റുകൾ അതുപോലെ പേജ് ലേഔട്ടുകളൊന്നും കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. മനസ്സിലായോ? അതായത് നമ്മൾ ഹെഡിങ് സെറ്റ് ചെയ്തിട്ടാണ് പിന്നെ കുറച്ച് കോളങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ എപ്പോഴും എക്സൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ എത്ര കോളങ്ങളാണോ നമുക്ക് വർക്കിനായിട്ടുള്ളത് ശ്രദ്ധിക്കാം. എത്ര കോളങ്ങളാണോ നമുക്ക് വർക്കിനായിട്ടുള്ളത് അത് ആദ്യം സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഹെഡിങ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? ഇപ്പം നമ്മളോട് കമ്പനി പറയാണ് എനിക്ക് ഒരു ഐറ്റം ഇൻകം എക്സ്പെൻസിൻ്റെ ഒരു ഷീറ്റ് ചെയ്യാൻ പറഞ്ഞു നമ്മളോട്. അതായത് പർട്ടിക്കുലർ ഇൻകം എക്സ്പെൻസ് അതിൻ്റെ ഒരു ഷീറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സീരിയൽ നമ്പർ കൊടുക്കാം അല്ലേ. അതായത് എത്രാമത്തെ ഐറ്റാണോ 1, 2, 3 എന്നിട്ട് കൊടുക്കാം. നമുക്ക് സീരിയൽ നമ്പർ ഒരു ഹെഡിങ് വേണം. പിന്നെ എന്ത് വേണം, ഡേറ്റ് കൊടുക്കേണ്ടി വരും അല്ലേ. ഇന്ന ഡേറ്റിനാണ് ഇന്ന എക്സ്പെൻസ് അല്ലെങ്കിൽ ഇന്ന ഐറ്റം മേടിച്ചത് അല്ലെങ്കിൽ ഇന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡേറ്റിനൊരു കോളം കൊടുക്കേണ്ടി വരും. ക്ലിയർ ആണല്ലോ? പിന്നെ നമുക്ക് ഐറ്റം അല്ലെങ്കിൽ പർട്ടിക്കുലർ, ഐറ്റം അല്ലെങ്കിൽ പർട്ടിക്കുലേഴ്സ് ഈ കോളം കൊടുക്കേണ്ടി വരും. ക്ലിയർ ആണല്ലോ? പിന്നെ നമുക്കത് ഇൻകം ആണോ നെക്സ്റ്റ് എക്സ്പെൻസ് ആണ്. ക്ലിയർ ആണല്ലോ? നമ്മൾ കമ്പനി ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഷീറ്റിൽ ഇത്രയും ഡാറ്റകളെ ഇത്രയും കോളങ്ങളെ നമുക്ക് വേണ്ടി വരുള്ളൂ. സീരിയൽ നമ്പർ, ഇന്ന ഡേറ്റിന് ഇന്ന സാധനം മേടിച്ചു, അത് ഇൻകം ആണോ എക്സ്പെൻസ് ആണോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയേ 5 കോളങ്ങളാണ് നമുക്കിവിടെ ആവശ്യം വന്നത് അല്ലേ. 1, 2, 3, 4, 5. ക്ലിയർ ആണല്ലോ? ഈ 5 കോളത്തിനെ നമ്മൾ ഈ കാണുന്ന നമ്മൾ പ്രിന്റ് എടുക്കാൻ പോണത് A4 പേപ്പർ ആണെന്ന് സങ്കല്പിക്കാം. മനസ്സിലായോ? A4 പേപ്പറിലാണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ അളവിൽ അങ്ങോട്ട് ചെയ്തു പോയിട്ട് കാര്യമില്ല. ആ A4 സൈസിലേക്ക് ആ കോളത്തിനെ നമ്മൾ കൺവേർട്ട് ചെയ്യണം. മനസ്സിലായ? അപ്പോൾ അതിനായിട്ട് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സീരിയൽ നമ്പർ നമുക്ക് ചെറുത് മതി. അപ്പോൾ ഈ എയും ബിയും എടുക്കണതിൻ്റെ നടുക്കിൽ കണ്ട ഒരു എൻ്റെ മൗസ് കൊണ്ടുവച്ചപ്പോൾ കണ്ടില്ല ഒരു കറുപ്പൊരു ഇങ്ങനെ 2 സൈഡിലേക്കുള്ള ഒരു ഏരോ കണ്ടോ നിങ്ങൾ? ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സീരിയൽ നമ്പർ ചെറുതാക്കാം. ഓക്കെ, ഡേറ്റ് കുറച്ച് വലുതാക്കി നോക്കിട്ടാ. ഐറ്റം പർട്ടിക്കുലർ കുറച്ച് ഞാൻ വലുതാക്കി, കാരണം സാധനങ്ങളുടെ പേരൊക്കെ എൻ്റർ ചെയ്യുമ്പോൾ കുറച്ച് ചിലപ്പോൾ വലിയ ഐറ്റങ്ങളൊക്കെ ഉണ്ടാവാം. മനസ്സിലായല്ലോ? അതേപോലെ തന്നെ ഇതിൻ്റെ ഇൻകം എക്സ്പെൻസും ഉണ്ട്. ശ്രദ്ധിക്കുക, ഇൻകം അതേപോലെ തന്നെ എക്സ്പെൻസ്. അപ്പോൾ ഇൻകത്തിന് ഞാനൊരു കോളൊന്ന് വലുതാക്കി, എക്സ്പെൻസിന് ഞാൻ ആ കോളൊന്ന് വലുതാക്കി. ക്ലിയർ ആണല്ലോ? ഇത്രയും കൊടുത്ത് ശ്രദ്ധിക്കുക, അപ്പുറത്തേക്ക് നീങ്ങാൻ പാടില്ല കേട്ടോ. കോളം വലുതാക്കുമ്പോൾ കൂടാൻ പാടില്ല. ഇത്രയും കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ പേജിനെ നമ്മൾ ആ കോളങ്ങളാക്കി സെറ്റ് ചെയ്യും. കണ്ടല്ലോ? അപ്പോൾ ബാക്കിയുള്ള കോളങ്ങൾ കംപ്ലീറ്റ് അപ്പുറത്തെ ഷീറ്റുകളിലേക്ക് കടന്നുപോയി അല്ലേ. നമുക്ക് നമ്മുടെ വർക്കിൻ്റെ മാത്രം ഭാഗം വന്നു. മനസ്സിലായ? ക്ലിയർ ആണല്ലോ? ഇനിയാണ് നിങ്ങൾ ഇതിനെ ഹെഡിങ് കൊടുക്കാൻ പാടുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മുടെ കമ്പനി ഒരു ജീട്ട കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ തന്നെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനിതിനെ മൊത്തം സെലക്ഷൻ ചെയ്ത് ഹോമിൻ്റെ ഉള്ളിൽ മെർജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കണ്ടല്ലോ? അലൈൻമെൻറ്റിൻ്റെ മേലെയായിട്ട് കാണാം മെർജ് ആൻഡ് സെൻറ്റർ എന്ന് പറഞ്ഞൊരു ഭാഗം കാണാം. ക്ലിയർ അല്ലേ? അത് കൊടുത്തു കഴിഞ്ഞാൽ അതൊരൊറ്റ സെല്ലായിട്ട് മാറി കേട്ടോ. ക്ലിയർ ആണല്ലോ? മറിച്ച് നമുക്കൊരു 4 ലൈന് ടൈപ്പ് ചെയ്യാണ്ടെന്ന് വിചാരിക്കാം. അതായത് ജീട്ട കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, ഷൻ കോംപ്ലക്സ്, വടക്കേകാട്, ഫോൺ നമ്പർ, അതേപോലെ തന്നെ നമ്മുടെ റിപ്പോർട്ട്, അങ്ങനെ ഒരു 4 ലൈന് ടൈപ്പ് ചെയ്യാണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി എന്ന് പറയും, 4 റോ സെലക്ഷൻ ചെയ്യാം. ശ്രദ്ധിക്കുക, 4 റോ സെലക്ഷൻ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഈ 4 റോനെ മെർജിന് പകരം ആ ഏരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെർജ് എക്രോസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ഉണ്ട്. മനസ്സിലായ? മെർജ് ആണെന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക, എല്ലാം കൂടി ഒറ്റ സെല്ലായിട്ട് മാറിയല്ലോ. മറിച്ച് മെർജ് എക്രോസ് ആണെങ്കിൽ നോക്കൂ, ആ കോളങ്ങൾ മാത്രം മെർജ് ആയത് കണ്ടോ നിങ്ങൾ?
മനസ്സിലായ? ഓക്കെ ഈ കോളം ആ സീരിയൽ നമ്പറിൻ്റെ മേലുള്ള ലൈന് മാത്രം റിമൂവ് ചെയ്ത് കണ്ട. ഇനി നിങ്ങൾക്ക് ഓരോ സെല്ലിൽ വേണമെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്ത് കൊടുത്തുകൂടെ? ഇപ്പോൾ ഞാൻ പറയാണ് ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. ക്ലിയർ ആണല്ലോ? അടിയിൽ ഞാനിവിടെ ഷൻ കോംപ്ലക്സ് വടക്കേക്കാട് അങ്ങനെ കൊടുത്തു. അടിയിൽ ഞാൻ ഫോൺ നമ്പർ കൊടുത്തു 2546247, 995883644 കൊടുത്തു. ഇവിടെ ഞാൻ എന്ത് ചെയ്തു? നമ്മുടെ ഇൻകം എക്സ്പെൻസ് റിപ്പോർട്ട്. ക്ലിയർ അല്ലേ? ഇൻകം എക്സ്പെൻസ് റിപ്പോർട്ട് ഏതാ മാസം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മാസം ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞു എന്തെന്ന്? ജൂലൈ 2002. ക്ലിയർ ആണല്ലോ? ഇതിന് നമുക്ക് എല്ലാറ്റിനെയും കൂടി സെൻറ്റർ അലൈൻമെൻറ്റ് കൊടുക്കാം. ഹെഡിങ്ങിന് മാത്രം നമുക്ക് സൈസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം, ബോൾഡ് ആക്കാം. ഇതിന് മാത്രം സൈസ് കൂട്ടി കൊടുത്തു, ബോൾഡ് ആക്കി. ഇതിനെ ഞാൻ ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് ആക്കാം, സൈസ് കൂട്ടി കൊടുക്കാം. ഈ ഇൻകം എന്നുള്ള ആ റിപ്പോർട്ടിന് ഞാനൊരു പേര് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പേര് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്തു. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായ? അപ്പോൾ ഈ ഹെഡിങ് എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കണേ എന്നുള്ള ഭാഗം ഞാൻ പറഞ്ഞുതരാം. മറിച്ച് നിങ്ങൾ ആദ്യം തന്നെയാണ് ഈ ഹെഡിങ് കൊടുത്തതെന്ന് വിചാരിക്കുക. ഫസ്റ്റ് തന്നെ ഈ ഹെഡിങ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കോളത്തിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? കോളം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോണതായിട്ട് ഫീൽ ചെയ്യും അല്ലേ? അപ്പോൾ അത് പല ആൾക്കാരും തെറ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. അതായത് ആദ്യം നമ്മൾ നമ്മുടെ സബ്ബായിട്ടുള്ള ആ കോളങ്ങൾ, എത്ര എണ്ണങ്ങളാണോ കോളങ്ങളുള്ളത്, അത്രയും കോളങ്ങൾ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ മെർജ് ചെയ്ത് ഹെഡിങ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതിനുള്ള സ്ഥലം അവിടെ വിട്ടിട്ട് നിങ്ങൾ കോൾ എൻ്റർ ചെയ്താൽ മതി. സംഭവം മനസ്സിലായ? ഇനി ഇത് പ്രിന്റ് എടുക്കുന്ന സമയത്തൊന്ന് നോക്കി നോക്കി നിങ്ങൾ ഫയലില് പ്രിന്റ് കണ്ട കറക്റ്റ് ഫിനിഷിങ്ങിൽ ആ പേജ് കറക്റ്റ് ഫിനിഷിങ്ങിൽ വന്നത് കണ്ട. കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയുണ്ട് അല്ലേ? നമ്മുടെ വർക്ക് ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ഫീൽ ചെയ്യും. പലപ്പോഴും ചില ഫയലുകളൊക്കെ പ്രിന്റ് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അലൈൻമെൻറ്റുകളോ അല്ലെങ്കിൽ ആ പേജിൻ്റെ അലൈൻമെൻറ്റുകളോ കാര്യങ്ങളോ ഒന്നും കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം എക്സൽ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സബ്ബായിട്ട് വരുന്ന ഹെഡിങ്ങുകൾ എന്താണോ ആ ഹെഡിങ് സെറ്റ് ചെയ്ത് കോളങ്ങളൊക്കെ കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക? മേലുള്ള ഹെഡിങ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക, മെർജ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ക്ലിയർ ആണല്ലോ? ഈ പറഞ്ഞ ഭാഗം മനസ്സിലായില്ലേ? ഞാൻ ചെറിയൊരു എക്സാമ്പിൾ കൂടി പറഞ്ഞോളൂ. ABCD മേളിൽ കിടക്കണതുണ്ട്, അതിന്റെ മേളിൽ 1 2 3 കാണുന്നില്ല, ലെഫ്റ്റ് സൈഡിലാണ്. അല്ല അത് വേണ്ട, അത് നമ്മൾ റൂളർ ഓൺ ആയി കിടക്കുന്ന കാരണം വരുന്നതാ. അത് കാണണമെന്ന് നിർബന്ധമില്ല. കണ്ടല്ലോ? മനസ്സിലായില്ലേ? നമുക്ക് ആ A കഴിഞ്ഞിട്ടും B കഴിഞ്ഞിട്ടും ഒക്കെ ഉള്ള ആ ഗ്യാപ്പ് മാത്രമേ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളൂ. മറ്റേ നമ്മൾ അതിന്റെ നമ്പറുകളാണ് വേണമെന്നുണ്ടെങ്കിൽ ഓൺ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. കേട്ടോ? ഇല്ല അതിന്റെ ഒന്നും ആവശ്യമില്ല. അത് നമ്മൾ മറ്റേല് ചെയ്തു തരുന്ന പോലെ ടാബിനായിട്ട് യാതൊരു ബന്ധവുമില്ല. വേർഡിൽ ടാബ് ഉപയോഗിച്ച പോലെ തന്നെ ഉപയോഗിക്കാം, പക്ഷെ ടാബും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല കേട്ടോ. ടാബ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ആ റൂളർ ആഡ് ചെയ്യേണ്ടതായിട്ട് വരിക. ഇപ്പോൾ ഞാൻ ചെറിയൊരു എക്സാമ്പിളുകൾ ഞാനിവിടെ കാണിക്കാം. എനിക്കൊരു ഷോപ്പിലെ ബില്ലിംഗ് സെക്ഷനാണെന്ന് വിചാരിക്കാം. ഷോപ്പിലെ ഒരു ബില്ലിംഗ് സെക്ഷനാണ് യൂസ് ചെയ്യേണ്ടത്. അതിനുള്ളൊരു ഫോമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ കുറച്ച് കോളം അടിയിലായിട്ട് സീരിയൽ നമ്പർ, ഐറ്റം അല്ലെങ്കിൽ പർട്ടിക്കുലർ ഇത് വേണമെങ്കിലും കൊടുക്കട്ടോ. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പർട്ടിക്കുലേഴ്സ്, ഐറ്റം പർട്ടിക്കുലേഴ്സ്, ഓക്കെ. പിന്നെ റേറ്റ്, ക്വാണ്ടിറ്റി, എമൗണ്ട്, ഡിസ്കൗണ്ട്, അഡ്വാൻസ്. ടാബ് അടിച്ചാൽ മതിട്ടാ ഓരോന്നിലേക്ക് കിടക്കാനായിട്ട്. അഡ്വാൻസ്, പേയബിൾ എമൗണ്ട്, പെയ്ഡ് എമൗണ്ട്, ദെൻ ബാലൻസ്. ഇതിപ്പോൾ അപ്പുറത്തെ ഷീറ്റിലേക്ക് കടന്നു ഇല്ലേ? അപ്പോൾ സീരിയൽ നമ്പർ നമുക്ക് ചെറുതാക്കി ഐറ്റം അല്ലെങ്കിൽ പർട്ടിക്കുലറിൻ്റെ ഒരു ഇത് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. എത്ര വലിപ്പം വേണ്ടതെന്ന് നിങ്ങൾ അത് സെറ്റ് ചെയ്ത് കൊടുത്തു. റേറ്റ് ചെറുതാക്കി, ക്വാണ്ടിറ്റി ചെറുതാക്കി,
എമൗണ്ട് ചെറുതാക്കി, ഡിസ്കൗണ്ട് ചെറുതാക്കി. കണ്ട ഓട്ടോമാറ്റിക്കായിട്ട് അപ്പുറത്തേക്ക് കടന്ന ആ പേജ് ഇങ്ങോട്ട് കടന്നത് കണ്ടില്ലേ, നമ്മുടെ ഷീറ്റിലേക്ക് തന്നെ വന്നത് കണ്ടില്ലേ? ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം. അഡ്വാൻസ് ഒന്ന് ഞാൻ സ്വല്പം ചെറുതാക്കി. എന്നിട്ട് നമ്മളിത് സെറ്റ് ചെയ്തതിന് ശേഷം ഈ പേയബിൾ എമൗണ്ട് എന്നുള്ളത് എന്താണ്, ഇത്ര ഉണ്ട് അല്ലേ? പക്ഷേ നമുക്കിതിലൊരു 5 അക്ക നമ്പർ അല്ലെങ്കിൽ 4 അക്ക നമ്പർ തന്നെ ഉള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ അത്രയും വലുതാക്കേണ്ട ആവശ്യമില്ല. അതിനെ നമ്മൾ മെർജ് ചെയ്തതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കാണാൻ പറ്റും എന്തെന്ന്, നമുക്ക് റാപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കണ്ടോ, ഹോമിലെ റാപ്പ് മുറിഞ്ഞിട്ട് 2 ലൈനായിട്ട് വന്നത് കണ്ട. ക്ലിയർ ആണല്ലോ? ഇതിനെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇതിനെ റാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ട, ഇത് മുറിഞ്ഞിട്ട് 2 ലൈനായിട്ട് വന്നത് കണ്ട. സംഭവം മനസ്സിലായ? ക്ലിയർ ആണല്ലോ? റാപ്പ് മനസ്സിലായില്ലേ? അതായത് നമ്മൾ സാധാരണ രീതിയിൽ ഇങ്ങനെ ഒരൊറ്റ ലൈനായിട്ട് കിടക്കുന്ന സ്പേസ് കിടക്കുന്ന ഭാഗത്ത് നിന്നാണ് റാപ്പ് ആവുക കേട്ടോ. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക വെറുതെ. എന്നിട്ട് നേരെ പോയിട്ട് ഹോമിൻ്റെ ഉള്ളിൽ പോയിട്ട് റാപ്പ് ടെക്സ്റ്റ് എന്നുള്ള കമാൻഡ് കൊടുത്താൽ ആ വേർഡ് മുറിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് 2 ലൈനായിട്ട്, ആ സ്പേസ് ഇട്ട് കൊടുക്കുന്നത് 2 ലൈനായിട്ട് മാറും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തത് എത്ര, 5 കോളല്ല. നേരത്തെ ഇവിടെ നമ്മൾ ഡേറ്റ്, ഇൻകം, എക്സ്പെൻസ് സെറ്റ് ചെയ്തപ്പോൾ 2, 4, 5 കോളായിരുന്നു അല്ലേ? ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 കോളം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ടല്ലോ? അപ്പം അതും ഞാനൊരു ഷീറ്റിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായ? ഇനി നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമുക്കൊരു 4 കോളോ അല്ലെങ്കിൽ ഒരു 5 ലൈനുകളോ നമുക്ക് ഇതേപോലെ റാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, മെർജ് അക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെർജ് അക്രോസിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ ഇപ്പോൾ A1 സൂപ്പർ മാർക്കറ്റ് അടിയിലെ ഷൻ കോംപ്ലക്സ് വടക്കേക്കാട് ഫോൺ നമ്പർ. ഓക്കെ, ഫോൺ നമ്പർ ക്ലിയർ ആണല്ലോ? അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ റിപ്പോർട്ട് അല്ലെങ്കിൽ ബിൽ ഡീറ്റെയിൽസ് എന്നിട്ട് കൊടുത്തു. ബിൽ ഡീറ്റെയിൽസ്. സംഭവം മനസ്സിലായ? ഇതിനെ നമുക്ക് ബോൾഡ് ആക്കാം, സെൻറ്റർ ആക്കാം, സൈസ് കൂട്ടി കൊടുക്കാം. അതൊക്കെ നമ്മൾ വേർഡിൽ ചെയ്തിരുന്ന സെയിം സാധനം. അതിലൊന്നും വ്യത്യാസമില്ല കേട്ടോ. ബോൾഡ് ആക്കാം, സെൻറ്റർ ആക്കാം, അലൈൻമെൻറ്റുകളൊക്കെ സെറ്റ് ചെയ്യാം. ഇത്ര ഡീറ്റെയിൽസുകളൊക്കെ കൊടുത്ത് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കൂ, ഒരു 10 പ്രൊഡക്റ്റ് ഞാനിവിടെ സെറ്റ് ചെയ്യാൻ പോകും. 1, 2. ഈ 1ൻ്റെ മുകളിലും പിടിച്ചിട്ട് മൗസ് കൊണ്ട് പിടിച്ചിട്ട് 2ൻ്റെ മുകളിലേക്ക് സെലക്ഷൻ ചെയ്യാം. ഇവിടെ ഒരു കുരിശ് പോലത്തെ ഒരു പ്ലസ് വരും കണ്ട, ബ്ലാക്ക് പ്ലസ് കണ്ട അവിടെ കോർണറിലെ. അത് അമർത്തി നിങ്ങൾ അടിയിലേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്പർ പ്രിന്റ് ചെയ്തോളൂ. ക്ലിയർ ആണല്ലോ? ഇനി പറയണം, അതായത് ആദ്യം ഇപ്പോൾ ഞാൻ 1 ടൈപ്പ് ചെയ്തു, രണ്ടാമത്തെ സെല്ലിൽ 2 ടൈപ്പ് ചെയ്തു. 1ഉം 2ഉം കൂടി സെലക്ഷൻ ചെയ്യാം. ഈ 1, 2 കൂടി സെലക്ഷൻ ചെയ്തിട്ട് ഈ കോർണറിലേക്ക് കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട ഒരു കുരിശ് പോലത്തെ ഒരു പ്ലസ് കാണാം. കണ്ടല്ലോ? ഇത് അമർത്തി പിടിച്ചിട്ട് ഇങ്ങോട്ട് അടിയിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്പർ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കും. ക്ലിയർ അല്ലേ? ഈ 1ഉം 2 എന്നുള്ളതിന് പകരം ഇപ്പോൾ 1, 3 എന്നാണെങ്കിൽ 5, 7 എന്നിട്ട് വരും. 1, 5, 10 ആണെങ്കിൽ 1, 5, 10, 15 അങ്ങനെ വരിക കേട്ടോ. നമ്മളിവിടെ കൊടുക്കുന്ന റിപ്പോർട്ട് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് അടിയിലേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ വരിക. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പെന്ന്, ബുക്ക്, വാച്ച്, റിങ്, ഗ്ലാസ്, മൗസ്, കീബോർഡ്, മോണിറ്റർ, CPU, ബാറ്റ്, ഇങ്ങനെ ഒരു 10 പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. പെന്നിന് 45 രൂപ, ബുക്കിന് ഒരു 36 രൂപ, വാച്ചിനൊരു 250, റിങ്ങിനൊരു 750, ഗ്ലാസ്സിനൊരു 450, മൗസിനൊരു 450, കീബോർഡിനൊരു 750, മോണിറ്ററിനൊരു 4758, CPU-നൊരു 13250, ബാറ്റിന് ഒരു 989. ക്ലിയർ ആണല്ലോ? ഒരാൾ വന്ന്
ഒരാൾ വന്നിട്ട് പെന്ന് ഒരു 25 എണ്ണം മേടിച്ചിട്ടുണ്ട്, ബുക്ക് ഒരു 45 എണ്ണം, വാച്ച് ഒരു 45 എണ്ണം, റിങ് ഒരു 78 എണ്ണം ഒക്കെ മേടിച്ച് കൊണ്ടുപോയിട്ടുണ്ടെന്ന് വിചാരിക്കാം. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ എമൗണ്ട് എങ്ങനെയാണ് കാണും? നമ്മൾ എമൗണ്ട് കാണാനായിട്ട് നമ്മൾ ഈക്വൽ ടു എക്സലിൽ ഏത് ഫോർമുല ചെയ്യേണ്ടതെന്നുണ്ടെങ്കിലും ഈക്വൽ ടു എന്നുള്ളത് മസ്റ്റാണ്. മനസ്സിലായോ? ഈക്വൽ ടു എന്നുള്ളത് മസ്റ്റാണ്. ഈക്വൽ ടു അടിക്കുക. ഈക്വൽ ടു അടിച്ചിട്ട് എന്താ ചെയ്യുക? നമ്മൾ കാൽക്കുലേറ്ററിൽ എന്താ ചെയ്യുക? ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ് അല്ലേ? ആ സെല്ല് ക്ലിക്ക് ചെയ്യുക. കീബോർഡിൻ്റെ മുകളിൽ ഇൻറ്റു കീ അടിക്കുക. ഇൻറ്റു നമ്പർ ലോക്കിൻ്റെ മേലെ കാണാം സ്റ്റാർ, കണ്ടോ? നമ്പർ ലോക്കിൻ്റെ മേലെ നമ്പറുകളൊക്കെ കിടക്കണതിൻ്റെ മേലെയായിട്ട് സ്റ്റാർ എന്നുള്ളൊരു സിമ്പിൾ കാണാം. പ്ലസ് മൈനസിൻ്റെ ഒക്കെ അപ്പുറത്തായിട്ട് റൈറ്റ് സൈഡിലുള്ള നമ്പറുകൾ കേട്ടോ. അപ്പോൾ 1 2 3 4 5 6 7 8 9 എന്നിട്ട് ഒരു 6 9 കട്ടിയായിട്ട് നമ്പറുകളില്ലേ? ലാപ്പിന് റൈറ്റ് സൈഡ് ഇല്ല, സ്മോൾ ലാപ്പ് ആയതുകൊണ്ട്. അത് ശരി. നമ്പറുകൾ കാണാം. ഇനി അപ്പോൾ അതല്ലെങ്കിലും ഒരു പ്ലസ് മൈനസ് ഹരിക്കണം ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് ഉണ്ടാവും. പ്ലസ് ഉണ്ടാവും, മൈനസ് ഉണ്ടാവും, ഇൻറ്റു ഉണ്ടാവും, ഹരിക്കണം എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് കണ്ടല്ലോ. ഈക്വൽ ടു അല്ല, ഇപ്പുറത്തെ സൈഡിലായിട്ട് കാണാം ഒരു ഇൻറ്റു സ്റ്റാർ ബട്ടൺ കണ്ട? സ്റ്റാർ ബട്ടൺ ഉണ്ട്. ആ സ്റ്റാർ ബട്ടൺ ആണ് നമ്മൾ എക്സലിൽ ഇൻറ്റു ആയിട്ട് കണക്കാക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അതടിക്കുക, ആ സെല്ല് അടിക്കുക, ഇൻറ്റു എന്ന് അടിച്ചിട്ട് ക്വാണ്ടിറ്റിയുടെ സെല്ല് ക്ലിക്ക് ചെയ്താൽ എൻ്റർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കണ്ട ഓട്ടോമാറ്റിക്കായിട്ട് ഉത്തരം വന്നത് കണ്ട. നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്യുന്ന പോലെ തന്നെ ഈക്വൽ ടു 45 ഇൻറ്റു ക്വാണ്ടിറ്റി അല്ലേ? ക്ലിയർ ആണല്ലോ? കീബോർഡിലാണ് ഈ ഇത് വേണ്ടത് ചെയ്യണത് അല്ലേ? ആ കീബോർഡിലാണ് ആ സ്റ്റാർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈക്വൽ ടു നമ്മൾ അങ്ങനെ തന്നെ യൂസ് ചെയ്യും. റൈറ്റ് സൈഡ് കീബോർഡ് അല്ല, എനിക്ക് മേളിലാണ് നമ്പേഴ്സ്. അത് മാത്രമേ ഉള്ളൂ. റൈറ്റ് സൈഡ് മുകളിലുണ്ടാവും സ്റ്റാർ ഉണ്ടാവും. പെർസെന്റേജ് സ്റ്റാർ ഇല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് എനിക്കൊന്ന് അയച്ചാൽ മതി. അപ്പോൾ ഞാനത് കാണിച്ചു തരാം എവിടെയാണല്ലോ. കീബോർഡിന്റെ ഒരു ഫോട്ടോ വീഡിയോ ഓൺ ആക്കിയിട്ട് കാണിച്ചാൽ മതി. ആ കാണാം, നോക്കുന്നു. കണക്ട് ചെയ്തോളൂ. കണക്ട് ചെയ്തോളൂ. ഇതിന്റെ ഈ സൈഡിലേക്ക് കൊടുന്ന ഈ ഇപ്പുറത്തെ സൈഡിലേക്ക് കാണുന്നുണ്ടോ? കീബോർഡ് മിക്ക് കാണിക്കൂ. കീബോർഡ് മിക്ക് ആ എൻ്ററിന്റെ ഒരു മിനിറ്റ് ആ എൻ്ററിന്റെ അപ്പുറത്തുള്ളത് എന്താ? അവിടെ നമ്പറുകൾ. അതിന്റെ മുകളിലേക്കുള്ള എന്താ? ഒരൊറ്റ ലാസ്റ്റ് റോയിലുള്ളത് അത് ബാർ, താഴെ ഷിഫ്റ്റ്, പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക്, സ്റ്റാർ എവിടെയാണ്? 8ന്റെ മുകളിലാണ്. അതായാലും മതി. അതടിക്കുമ്പോ ഷിഫ്റ്റ് അമർത്തി പിടിച്ച് അടിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഫോണിലൊരു ജസ്റ്റ് ആ കീബോർഡിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഒന്ന് വാട്സപ്പ് ഇട്ടാൽ മതി. അപ്പൊ ഞാൻ അത് മാർക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ സ്റ്റാർ ആണ് നമ്മൾ അതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈക്വൽ ടു റേറ്റ് ഇൻറ്റു ക്വാണ്ടിറ്റി. മനസ്സിലായല്ലോ? നമ്മൾ കീബോർഡിൻ്റെ മുകളിൽ ചെയ്യുന്ന പോലെ തന്നെ. ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ പറയുകയാണ്, കമ്പനി പറയുകയാണ്, ഇപ്പോൾ ഓണം പ്രമാണിച്ചിട്ട് എടുക്കണ എമൗണ്ടിൻ്റെ ഒരു 8% ഡിസ്കൗണ്ട് കൊടുത്തു എന്ന് പറയുകയാണ്. മനസ്സിലായ? പാർട്ടിക്കാർ വാങ്ങണതിനനുസരിച്ച് ഇപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ പറയില്ലേ ഇത്ര ശതമാനം ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഇത്ര ശതമാനം ഡിസ്കൗണ്ട് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ നമ്മളിവിടെ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിസ്കൗണ്ട് ഈക്വൽ ടു, നേരത്തെ ചെയ്തായിരുന്ന പോലെ തന്നെ ഈക്വൽ ടു, ശ്രദ്ധിക്കാം, ഈക്വൽ ടു എന്ത് ചെയ്യുക? എമൗണ്ട് ഇൻറ്റു നേരത്തെ അടിച്ച പോലെ തന്നെ സ്റ്റാർ യൂസ് ചെയ്യുക. എത്ര ശതമാനം പറഞ്ഞിട്ടുള്ളത്? 8 എന്നടിക്കുക, പേഴ്സൻറ്റേജിൻ്റെ ചിഹ്നം സെറ്റ് ചെയ്യും. പേഴ്സൻറ്റേജിൻ്റെ ചിഹ്നം കണ്ടല്ലോ. അപ്പോൾ എമൗണ്ടിൻ്റെ 8% അവിടെ പ്രിന്റ് ചെയ്ത് വരും. കണ്ടല്ലോ? ക്ലിയർ അല്ലേ? ഇനി അഡ്വാൻസ് ആയിട്ട് അയാൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം.
അപ്പോൾ അയാൾ പറഞ്ഞു അയാളൊരു 200 രൂപ മുന്നേ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി അയാൾ അടയ്ക്കാനായിട്ടുള്ള പൈസ എത്ര? അയാൾ എത്ര രൂപ അടയ്ക്കണം? എത്ര രൂപ അടയ്ക്കണം എന്ന് പറഞ്ഞേ. അയാൾ മൊത്തം അടയ്ക്കാനുള്ള എമൗണ്ട് എത്രയാണ്? 1125 അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ഡിസ്കൗണ്ട് എത്ര കൊടുത്തിട്ടുണ്ട്? 90 രൂപ ഡിസ്കൗണ്ട് ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മളിവിടെ ഇക്വേഷൻസ് ചെയ്യുന്ന സമയത്ത് ഈക്വൽ ടു ഇതാണ് അയാൾ അടയ്ക്കാനുള്ള പൈസ അല്ലേ, അതിൽ നിന്ന് മൈനസ് ചെയ്യാം എന്തൊക്കെ? ബ്രാക്കറ്റിൽ ഡിസ്കൗണ്ട് പ്ലസ് അഡ്വാൻസ്. അതായത് ഡിസ്കൗണ്ടും അഡ്വാൻസും കൂടി കൂട്ടിയത് അയാൾ അടയ്ക്കാനുള്ള എമൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്താൽ അയാൾ അടയ്ക്കുന്ന പൈസ കിട്ടുമല്ലോ, അടയ്ക്കാനുള്ള പൈസ കിട്ടുമല്ലോ. ക്ലിയർ ആണല്ലോ? അപ്പോൾ 835 രൂപ അയാൾ അടയ്ക്കാനുണ്ട്. അയാൾ എന്ത് ചെയ്തു? ഒരു 835 രൂപ അടച്ചു. അപ്പോൾ ബാലൻസ് എത്ര വരിക? ഈക്വൽ ടു പേയബിൾ എമൗണ്ട് മൈനസ് പെയ്ഡ് എമൗണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇക്വേഷൻസ് ഉപയോഗിച്ച സെല്ലുകൾ കംപ്ലീറ്റ് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യാം. മനസ്സിലായ? നോക്കൂ, അഡ്വാൻസിൻ്റെ വേണ്ട, കാരണം അഡ്വാൻസ് അയാൾ പോക്കറ്റ് നിർത്തി തരുന്ന പൈസയല്ലേ. അതുപോലെ അടയ്ക്കണ പൈസയ്ക്കും വേണ്ട, അതൊന്നും നമ്മൾ ഇക്വേഷൻസ് ഉപയോഗിക്കാത്തതാണ്. നോക്കൂ, നമ്മുടെ ഡാറ്റ നോക്കിയേ, കണ്ട? അപ്പോൾ ബുക്ക് വാങ്ങിയിട്ടുള്ള ആൾക്ക് 129 റുപ്യ 60 പൈസ, വാച്ച് മേടിച്ച ആൾക്ക് ഡിസ്കൗണ്ട് ആട്ടാം 1620 രൂപ, ബുക്ക് മേടിച്ച ആൾക്ക് എമൗണ്ട് അടയ്ക്കണം 11250, 58500, കണ്ട 26100, കണ്ട. ഇങ്ങനെ നിങ്ങൾക്ക് ഡാറ്റകളെ കംപ്ലീറ്റ്. ഇപ്പോൾ അഡ്വാൻസ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ 0 കൊടുത്താൽ മതി. മനസ്സിലായ? അഡ്വാൻസ് ഇപ്പോൾ ഒരു 20,000 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ട 20,000 ഓട്ടോമാറ്റിക്കായിട്ട് ആക്റ്റീവായി മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ 89,434 അടയ്ക്കാമല്ലോ. CPU-നും ഇയാൾ എന്ത് ചെയ്തു? ഒരു 50,000 മുന്നേ കൊടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. കണ്ടാ 1,20,000 അതാണ് അടയ്ക്കാമല്ലോ. ക്ലിയർ ആണല്ലോ? ഇവിടെ അടയ്ക്കണ പൈസ അപ്പോൾ അയാൾ 1400 രൂപ അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാലൻസ് എത്ര? അയാൾ 10,350 അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടാ 53,820 അടച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ, 24,012 അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ, 23,184 അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ, 40,420 അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ, കണ്ട 89,434. ക്ലിയർ ആണല്ലോ? 1,00,000 രൂപയാണ് ഇതിൽ അടച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ട 20,660 ബാലൻസ്. ഇവിടെ നോക്കൂ 22,747. സംഭവം മനസ്സിലായി? ഒരു റിപ്പോർട്ട് പ്രിന്റ് ചെയ്ത് കണ്ട നിങ്ങൾ. ഇതേപോലെ നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് എല്ലാ റിപ്പോർട്ടുകളും, അതായത് എക്സലിൽ കൂട്ടാനായിട്ട് പ്ലസ്, കുറയ്ക്കാനായിട്ട് മൈനസ്, ഹരിക്കാനായിട്ട് ഡിവൈഡ് ചെയ്യണ ചിഹ്നം ഉണ്ടാവും. അതേപോലെ തന്നെ ഇൻറ്റു ചെയ്യാനായിട്ട് സ്റ്റാർ എന്നുള്ളൊരു ബട്ടൺ ഉണ്ടാവും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്നുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്കൊരു റിപ്പോർട്ടുകളൊക്കെ സെറ്റ് ചെയ്തു. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? ഇനി അതേപോലെ തന്നെ നമുക്ക് ഒരു ചെറിയ വേറൊരു വർക്ക് കൂടി ഞാനൊന്ന് കാണിക്കാം. ശ്രദ്ധിക്കാം. വ്യൂവിലെ പേജ് ലേഔട്ടിൽ ഒരു സാലറി ലിസ്റ്റ് തയ്യാറാക്കുകയാണെന്ന് വിചാരിക്കുക. മനസ്സിലായ? സാലറി ലിസ്റ്റ്. അപ്പോൾ സാലറി ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണ്ടി വരും? ഇപ്പോൾ സീരിയൽ നമ്പർ, നെയിം, ബേസിക് സാലറി, ഓക്കെ, TA, DA, HR, PF, നെറ്റ് സാലറി. ക്ലിയർ അല്ലേ? ഇതൊരു ചെറിയൊരു മോഡലാട്ടോ, ചെറിയൊരു വർക്കിൻ്റെ മോഡലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ പോലെ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നോക്കിയപ്പോൾ നിങ്ങൾ സീരിയൽ നമ്പർ ചെറുത് മതി, നെയിം കുറച്ച് വലുത് വേണം. കണ്ടല്ലോ നെയിം. അതുപോലെ തന്നെ ബേസിക് സാലറി, ഇത് കോളങ്ങളൊക്കെ ഫസ്റ്റ് സെറ്റ് ചെയ്തു. ഓക്കെ, ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം
ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ ഇതിനെ ഹോമിൽ ബോൾഡാക്കി സെൻറ്ററിൽ സെൻറ്ററാക്കി സൈസ് ഇൻക്രീസ് ചെയ്തു. ഞാൻ പറയണെന്തെന്ന് നമ്മുടെ ശമ്പളത്തിൻ്റെ ഒരു 5% ടി എ. ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? ട്രാവൽ അലവൻസ് അല്ലേ? കമ്പനി നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കമ്പനി പറയണെന്തെന്ന്, അതായത് കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒന്ന് ഇന്ന സ്ഥലത്തേക്ക് പോകണം, അതായത് തിരുവനന്തപുരത്ത് പോകണം അല്ലെങ്കിൽ എറണാകുളം പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പെൻസ് കമ്പനി വഹിക്കും അല്ലേ? അതാണ് നമ്മുടെ ടി എ, ട്രാവൽ അലവൻസ്. ഇപ്പോൾ ഗൾഫിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ടാവും ശമ്പളത്തിൻ്റെ ഇത്ര ശതമാനം ട്രാവൽ അലവൻസിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സാമ്പിളാണ് ചെയ്യണത്. ഈക്വൽ ടു ശമ്പളം ഇൻറ്റു ഒരു 6%. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ ഈക്വൽ ടു ഡി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിയർലെസ് അലവൻസ്, അതായത് കമ്മീഷനുകളൊക്കെ ഇതിലാണ് പെടുക. മനസ്സിലായ? കമ്മീഷനുകളൊക്കെ ഇതിലാണ് പെടുക. അപ്പോൾ ഡി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുകയാണെന്തെന്ന് ഈ ബേസിക് സാലറി ഇൻറ്റു ഇപ്പോൾ എത്ര ശതമാനം പറയുകയാണ്? ഒരു 7% നമ്മുടെ ഡി എ എന്ന് വിചാരിക്കുക. HR ഇതറിയാലോ, ഹൗസ് റെൻ്റ് അലവൻസ്, വീട് വാടകയ്ക്ക് എടുക്കാനായിട്ട് അല്ലേ? ബേസിക് സാലറി ഇൻറ്റു ഇതൊക്കെ കമ്പനി പറയും കേട്ടോ, എത്ര ശതമാനമാണ് എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളതൊക്കെ കമ്പനി പറയും. ഓക്കെ. PF എന്ന് പറയണത് ഈക്വൽ ടു ബേസിക് സാലറി ഇൻറ്റു ഇപ്പോൾ ഞാൻ പറഞ്ഞൊരു 6% PF. ക്ലിയർ ആണല്ലോ? അപ്പോൾ TA, DA, HR, PF നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഫോം ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു ചെറിയൊരു എക്സാമ്പിളായിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇനി ഞാൻ പറയുകയാണെന്തെന്ന് നെറ്റ് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു ബേസിക് സാലറി പ്ലസ് TA പ്ലസ് DA പ്ലസ് HR മൈനസ് PF. മനസ്സിലായ? അതായത് ഇതൊക്കെ കൂടി കൂട്ടി കിട്ടും. അതിൽ നിന്ന് എന്ത് ചെയ്യും? നമ്മളിവിടെ PF മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ട നെറ്റ് സാലറി പ്രിൻ്റ് ചെയ്ത് കണ്ട അവിടെ. ഇനിയിപ്പോൾ നോക്കി നോക്കൂ. ഇപ്പോൾ നമ്മളൊരു 10 ആളുടെ ലിസ്റ്റ് തയ്യാറാക്കുകയെന്ന് വിചാരിക്കാം. മനു, ലിജി, കീർത്തി, മോഹൻ, വിപി, സീനത്ത്, കൃപ, ദീപ, ഇങ്ങനെയൊക്കെ ഞാൻ സെറ്റ് ചെയ്തു എന്ന് വിചാരിക്കും. നമ്മുടെ കമ്പനിയിലുള്ള ആൾക്കാരാണെന്ന് സങ്കല്പിക്കാം കേട്ടോ. ഞാൻ ഓരോരുത്തരുടെയും ശമ്പളം ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് 4500 ദിർഹംസ്, ഒരാൾക്ക് 4750 ദിർഹംസ്, ഒരാൾക്ക് 3500 ദിർഹംസ്, 4750 ദിർഹംസ്, 3560 ദിർഹംസ് കണ്ടോ. ഇങ്ങനെ ഓരോ ഇങ്ങനെ നമ്മൾ എത്രയാണെന്നുണ്ടെങ്കിൽ ആ എമൗണ്ടുകളൊക്കെ കൊടുത്തു. എത്രയാണോ അവരുടെ ശമ്പളം എന്നുണ്ടെങ്കിൽ ആ ശമ്പളമൊക്കെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നിങ്ങൾ ഇതിനെ ഡ്രാഗ് ചെയ്ത് നോക്കൂ. കണ്ടോ? എല്ലാ റിപ്പോർട്ടും ഒരേ സമയം പ്രിന്റ് ചെയ്തതാണ്. അപ്പോൾ ആ കമ്പനിയുടെ ഇപ്പോൾ കിരൺ എന്നുള്ള ആളുടെ ടി എത്രയാണ്, ഡി എത്രയാണ്, HR എത്രയാണ്, PF എത്രയാണ്, നെറ്റ് സാലറി എത്രയാണെന്നുള്ളതൊക്കെ പ്രിന്റ് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്, അതായത് സോഫ്റ്റ്വെയർ ആണ് എക്സൽ. കാരണം വെച്ചാൽ ഒരൊറ്റ വർക്കേ ചെയ്യേണ്ടൂ. നമ്മൾ ആദ്യത്തെ ഒരൊറ്റ ഇക്വേഷൻസ് മാത്രമേ നമ്മളത് വർക്കൗട്ട് ചെയ്യേണ്ടൂ. ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രിന്റ് ചെയ്ത് വരും. അതുകൊണ്ടാണ് എക്സലിന് ഇത്ര അധികം പ്രാധാന്യം വന്നിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? അപ്പോൾ സാലറി ലിസ്റ്റ് തയ്യാറാക്കാം. ഇതും നമ്മൾ നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഹോമിൻ്റെ ഉള്ളിൽ ഞാൻ ഇവിടുന്ന് മെർജ് അക്രോസ് കൊടുത്തു. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസുകളൊക്കെ കൊടുക്കാം. അപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ തന്നെ കൊടുക്കുന്നു. കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, ഷൻ കോംപ്ലക്സ്, കാർഡ്, ഫോൺ നമ്പർ, പിന്നെ ഇവിടെ നമ്മുടെ സാലറി ലിസ്റ്റ്
പലതരത്തിലും ചെയ്യാട്ടോ. ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഇത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഓക്കെ, ഇവിടെ നോക്കൂ, നമ്മുടെ റിപ്പോർട്ട് പ്രിൻ്റ് ചെയ്ത് തന്നെ മനസ്സിലായില്ലേ? അപ്പോൾ കോളങ്ങൾ സെറ്റ് ചെയ്യണതിൽ, നമ്മൾ റിപ്പോർട്ടുകൾ സെറ്റ് ചെയ്യണതിലൊക്കെ വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് പേപ്പറുകൾ. ഇതൊക്കെ പ്രിൻ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ഫിനിഷിങ്ങിൽ വരും കേട്ടോ. കണ്ട, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നേരെ കറക്റ്റ്. ഈ അലൈൻമെൻറ്റുകളൊക്കെ കറക്റ്റായ കാരണമാണ് അത് എന്ത് ചെയ്യണത്, കറക്റ്റ് പ്രിൻ്റിൽ വരുന്നത് കേട്ടോ. കറക്റ്റ് പ്രിൻ്റിൽ വരാനായിട്ടുള്ള റീസൺ അതാണ്. നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ വർക്കിനെ പ്രിൻറ്റിങ്ങിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. പ്രിൻ്റ് ചെയ്യുമ്പോൾ തന്നെ അതിനൊരു ഫിനിഷിംഗ് ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന റിപ്പോർട്ടുകൾക്കൊക്കെ വളരെയധികം നല്ല രീതിയിലുള്ള ഫിനിഷിങ്ങാണ്. അപ്പോൾ ഒരു റിപ്പോർട്ടുകൾ ചെയ്യുമ്പോൾ നമ്മൾ പേപ്പർ സൈസുകൾ, പേജ് ലേഔട്ടുകൾ, കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി നമ്മളിവിടെ ഞാനിപ്പോൾ അടുത്ത ഒരു ഷീറ്റായിട്ട് ഒരു വർക്കും കൂടി നമ്മളിതിൽ ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിക്കാം. സീരിയൽ നമ്പർ, നെയിം, ഇപ്പം മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, സോഷ്യൽ, സയൻസ്, ഫിസിക്സ്, ടോട്ടല്, ആവറേജ്, മാക്സിമം. ടാബാണ് അടിക്കുന്നത് കേട്ടോ അപ്പുറത്തേക്ക് നീങ്ങാനായിട്ട്. മിനിമം, പാസ് അല്ലെങ്കിൽ ഫെയില്, ഗ്രേഡ്. ഓക്കെ, ശ്രദ്ധിക്കാം. ഞാൻ എന്ത് ചെയ്തു, സീരിയൽ നമ്പർ ചെറുത്, നെയിം കുറച്ച് വലുത്. ഓക്കെ, ഇനി നമുക്ക് ഈ മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, സോഷ്യൽ, സയൻസ്, ഫിസിക്സ്, അതായത് 2, 4, 6 സബ്ജക്റ്റുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഈ 6 സബ്ജക്റ്റുകളും ഒരേ വലിപ്പത്തിൽ ചെറുതാവും. കോളം മനസ്സിലായ? നമ്മൾ മറ്റേത് ഓരോന്നോരോന്നും ഇങ്ങനെ പിടിച്ച് ചെറുതാക്കുകയല്ലേ ചെയ്തിരുന്നത്. ഇതെനിക്ക് ഈ 6 കോളങ്ങളും ഒരേപോലെ ഒരുമിച്ച് ചെറുതാവണം, ഒരേ സൈസിൽ ചെറുതാവണം എന്ന് വിചാരിക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ ഇവിടെ പിടിച്ച് ഡ്രാഗ് ചെയ്യണതിന് പകരം, സെലക്ഷൻ ചെയ്യുന്നതിന് പകരം സി എന്നുള്ളതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. കണ്ട, സി എന്നുള്ളതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ സബ്ജക്റ്റുകളെല്ലാം കൂടി സെലക്ഷൻ ചെയ്തു അങ്ങോട്ട് നീക്കിയാൽ മതി. എന്നിട്ട് ഒരെണ്ണം പിടിച്ച് ചെറുതാക്കുക, ഏതെങ്കിലും ഒരെണ്ണം പിടിച്ച് ചെറുതാക്കുക. കണ്ട, നിങ്ങൾ മനസ്സിലായ? എല്ലാം കൂടി ഒരുമിച്ച് ഒരേ വലിപ്പത്തിൽ ചെറുതായത് കണ്ട, അത് ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? അതായത് കോളങ്ങൾ ഒരുമിച്ച് ചെറുതാക്കേണ്ട ഒരു കൺസെപ്റ്റാണത്. അതായത് എല്ലാം കൂടി ഒരുമിച്ച് സെലക്ഷൻ ചെയ്തിട്ട് ചെറുതാക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി അടുത്തത് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, നോക്കൂ, ഞാനിപ്പോൾ ഇതൊക്കെ കോളങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു 10 ഡാറ്റ വീണ്ടും ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. 1, 2 കൊടുത്തു. ഇഷ്ടമുള്ള ഡാറ്റ കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വലിയ ഡാറ്റകളിൽ ചെയ്യുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം വരിക നമുക്ക്. മനസ്സിലായ? വലിയ ഡാറ്റകളിൽ നമ്മൾ ഡാറ്റകൾ ചെയ്യുമ്പോഴാണ് അതിന് ഇത്ര അധികം ഒന്നുകൂടി പ്രാധാന്യം വരിക. അപ്പോൾ ഞാൻ ഓരോരുത്തർക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് ഞാനിവിടെ എൻ്റർ ചെയ്യാം. ടാബ് അടിച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ടോട്ടൽ പ്രിൻ്റ് ചെയ്യണം. ഓക്കെ, ടോട്ടൽ പ്രിൻ്റ് ചെയ്യാനായിട്ട് 3 തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഒന്ന്, ഏറ്റവും എളുപ്പമുള്ളൊരു ഷോർട്ട് കട്ട് ഉണ്ട്, ആൾട്ട് ഈക്വൽ ടു. ആൾട്ട് കീ അമർത്തി പിടിച്ചിട്ട് ഈക്വൽ ടുവിൻ്റെ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഫോർമുല ഓട്ടോമാറ്റിക്കായിട്ട് എഴുതും. മനസ്സിലായല്ലോ?
ഇനി അങ്ങനെയല്ലെങ്കിൽ നിങ്ങൾക്ക് ഈക്വൽ ടു സം SUM ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യുക, അതൊക്കെ കൂടി ഡ്രാഗ് ചെയ്യാം. ഏതൊക്കെ തമ്മിലാണോ കൂട്ടേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം, മാനുവലായിട്ട് എഴുതി കൊടുക്കുക. ഈക്വൽ ടു സം ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, ടേബിൾ മൊത്തം കാണിച്ചു കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിച്ചു കൊടുക്കുക. ഇങ്ങനെയും കാണിക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടി സെലക്ഷൻ ചെയ്ത് ഉത്തരം വരേണ്ട സെല്ല് കൂടി ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓട്ടോ സം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഈ ഹോമിൻ്റെ ഉള്ളിൽ ഓട്ടോ സം അത് ഉപയോഗിക്കാറുള്ളതല്ലേ, ഓട്ടോ സം ഒക്കെ ചിലപ്പോൾ ഉപയോഗിക്കുന്നതാവാം. ഓട്ടോ സം എന്നുള്ള ഇക്വേഷൻസ് യൂസ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഒരെണ്ണം ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്താൽ കംപ്ലീറ്റ് എല്ലാവരും റിപ്പോർട്ട് അവിടെ പ്രിന്റ് ചെയ്തു. ഇനി ആവറേജ് കാണാനായിട്ട് ഈക്വൽ ടു ആവറേജ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, ടേബിൾ മൊത്തം കാണിച്ചു കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ ആ കുട്ടിക്ക് കിട്ടിയിട്ടുള്ള ആവറേജ് പ്രിന്റ് ചെയ്തു. ക്ലിയർ ആണല്ലോ? ഓക്കെ. മാക്സിമം കാണാനായിട്ട് ഈക്വൽ ടു MAX ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, സെല്ല് മൊത്തം സെലക്ഷൻ ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കൊടുത്ത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് കിട്ടിയിട്ടുള്ള മാക്സിമം വാല്യൂ പ്രിന്റ് ചെയ്തു. മിനിമത്തിന് ഈക്വൽ ടു MIN ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, ഇതേപോലെ തന്നെ ടേബിൾ സെലക്ഷൻ ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് കിട്ടിയിട്ടുള്ള മിനിമം മാർക്ക് പ്രിന്റ് ചെയ്തു. മനസ്സിലായല്ലോ? അപ്പോൾ ലിജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾക്ക് ഏറ്റവും മിനിമം ആയിട്ട് കിട്ടിയിട്ടുള്ളത് 12 മാർക്കാണ്. സംഭവം മനസ്സിലായോ? ഇനി അടുത്തത് പാസ് അല്ലെങ്കിൽ ഫെയിൽ ചെയ്യുന്നൊരു കണ്ടീഷൻസ് ആണ് അല്ലേ? ഇപ്പോൾ നമ്മളോട് കമ്പനി പറയാണ്, ഇപ്പോൾ ഗ്രേഡുള്ള സമയത്താണോ മഞ്ജു SSLC പാസ്സായിട്ടുള്ളത്, അതോ മാർക്ക് മറ്റേ ഇതായിരുന്നപ്പോ ഡിസ്റ്റിങ്ഷൻ, ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് അങ്ങനെയൊക്കെ ആയിരുന്നു? ഓക്കെ, ശരി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെ തന്നെയായിരുന്നു. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് 210 മാർക്കോ അതിന് മുകളിൽ കിട്ടുന്ന ആൾക്കാർ ജയിക്കുക, അല്ലാത്ത ആൾക്കാരൊക്കെ തോൽക്കുക, അങ്ങനെയായിരുന്നു അല്ലേ? അതേപോലെ നമ്മൾ ഇവിടെ ഒരു കണ്ടീഷൻസ് പറയുകയാണ്, 130 അതിന് മുകളിലോ മാർക്ക് കിട്ടിയവരൊക്കെ ജയിക്കണം ടോട്ടലിട്ടാണ്, അല്ലാത്തവരൊക്കെ തോൽക്കണം. മനസ്സിലായ? അപ്പം അതിനായിട്ട് ഞാൻ ചെയ്യണത് ഇത്രയേ ഉള്ളൂ, ഈക്വൽ ടു IF മനസ്സിലായല്ലോ? ഈക്വൽ ടു ഇഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണെങ്കിൽ, മനസ്സിലായ? ഈക്വൽ ടു ഇഫ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് പറയുകയാണ്, നമ്മൾ പറയുകയാണ് ടോട്ടൽ എന്നുള്ള സെല്ല് അതിൽ ക്ലിക്ക് ചെയ്യാം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഞാൻ കീബോർഡിൻ്റെ മുകളിൽ ഇട്ടതാണ്. ഗ്രേറ്റർ ദാൻ അതേപോലെ തന്നെ ഈക്വൽ ടു എന്നുള്ളത് അടിച്ചിട്ട് നമ്മളോട് എന്താ പറഞ്ഞുള്ളത്, 130 അതിന് മുകളിലോ ആണെങ്കിൽ, ക്ലിയർ ആണല്ലോ? ആണെങ്കിൽ കോമ ഇൻവെർട്ട് കോമയിൽ പാസ്. ഓക്കെ, കോമ. അങ്ങനെയല്ലെങ്കിൽ ഇൻവെർട്ട് കോമയിൽ ഫെയിൽ. മനസ്സിലായോ? അപ്പോൾ ആ I9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലിൻ്റെ ആ സെല്ലാണ്. ആ സെല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 130 വലുതാണെങ്കിൽ പാസും അല്ലെങ്കിൽ ഫെയിലും എന്നാണ് പറഞ്ഞിട്ടുള്ളത് കണ്ടീഷൻസ്. ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങൾ ഇതിൻ്റെ അടിക്ക് ഡ്രാഗ് ചെയ്ത് നോക്കി കേട്ടോ. ജയിച്ചൊരു 2 ആൾ മാത്രമേ ജയിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ തോറ്റു. കണ്ടോ? ശരിയല്ലേ? കണ്ടീഷൻസ് ശരിയല്ലേ? 190 കിട്ടിയ ആളും ജയിച്ചു, 138 ആൾ കിട്ടിയ ആളും ജയിച്ചു. ഇവിടെ 1 മാർക്കിന് തോറ്റ ഒരാളുണ്ട് അല്ലേ, ലിജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ, 129 ഉള്ളൂ. അപ്പോൾ നമ്മൾ തൽക്കാലം അയാൾക്കൊരു 12 പകരം 13 മാർക്കാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അയാൾ പാസ്സായി. കണ്ടോ? ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇതേപോലെ തന്നെ ഒരു മൾട്ടിപ്പിൾ ഇഫ് എന്നുള്ളൊരു കണ്ടീഷൻസ് ഉണ്ട്, അതായത് നെസ്റ്റഡ് ഇഫ് എന്നൊക്കെ പറയാം. ഒന്ന് ശ്രദ്ധിക്കുക. ഈക്വൽ ടു ഇഫ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു, ടോട്ടൽ എന്നുള്ള സെല്ല് ഞാൻ പറഞ്ഞു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇപ്പം ഞാൻ പറഞ്ഞു എന്തിനേക്കാൾ, ഒരു 180 വലുതാണെങ്കിൽ കോമ
ഇൻവെർട്ട് കോമയിൽ ഡിസ്റ്റിങ്ഷൻ കൊടുത്തു എന്ന് വിചാരിക്കാം. എക്സാമ്പിളായിട്ട് ഡിസ്റ്റിങ്ഷൻ കൊടുത്തു, ഓക്കെ കോമ. വീണ്ടും ഇഫ്, വീണ്ടും ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം. വീണ്ടും നമ്മൾ ആ സെൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് പറഞ്ഞു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 150 വലുതാണെങ്കിൽ കോമ ഇൻവെർട്ട് കോമയിൽ ഫസ്റ്റ് ക്ലാസ് കൊടുത്തു, കോമ. വീണ്ടും ഇഫ്, വീണ്ടും ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. എന്ത് ചെയ്യാണ്, ആ സെൽ തന്നെ ഞാൻ വീണ്ടും ക്ലിക്ക് ചെയ്തു. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഞാൻ എന്ത് പറഞ്ഞു, ഒരു 130 വലുതാണെങ്കിൽ കോമ ഇൻവെർട്ട് കോമയിൽ ഞാൻ സെക്കൻഡ് ക്ലാസ് കൊടുത്തു, കോമ. ഇങ്ങനെയൊന്നും അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, പാസ് വേണമെന്നുണ്ടെങ്കിൽ പാസ് കൊടുക്കാം, വേണമെങ്കിൽ ഒരു കമാൻഡ് കൂടി കൊടുക്കാം. ഈ 130 എന്നുള്ളത് പകരം ഞാൻ നമുക്കൊരു 140 ആക്കാം. 140 അതിനേക്കാൾ മുകളിലോ ആണെങ്കിൽ ഇൻവെർട്ട് കോമയിൽ ഞാൻ സെക്കൻഡ് ക്ലാസ് കൊടുത്തു, കോമ. വീണ്ടും ഇഫ്, വീണ്ടും ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. വീണ്ടും ആ സെല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 130 വലുതാണെങ്കിൽ പാസ്, അല്ലെങ്കിൽ ലാസ്റ്റത്തേന് നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ ഫെയിൽ എന്നുള്ള കമൻറ്റ് കൊടുക്കുക. ക്ലിയർ ആണല്ലോ? എത്ര ബ്രാക്കറ്റ് ഇട്ടുണ്ടോ അത്രയും ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്ത കണ്ടീഷൻസ് ഇത്രയേ ഉള്ളൂ. 180 മുകളിലാണെങ്കിൽ ഡിസ്റ്റിങ്ഷൻ, 150-നും 180 ഇടയിലാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ്, 140-നും 150 ഇടയിലാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ക്ലാസ്, 130-നും 140 ഇടയിലാണെന്നുണ്ടെങ്കിൽ പാസ്. അങ്ങനെയല്ല 130-നും കുറവാണെന്നുണ്ടെങ്കിൽ ഫെയിൽ. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് ഞാൻ എൻ്റർക്ക് പ്രസ് ചെയ്യും. ക്ലിയർ ആണല്ലോ? ഇതിങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് നോക്കി നിങ്ങൾ ഉണ്ടാവും ഡിസ്റ്റിങ്ഷൻസ്, പാസ്, ഫെയില്. ഇവിടെ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് വരാനില്ലാത്തത് കൊണ്ട് എന്താ വെച്ചാൽ അതിൽ മാർക്കില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഞാൻ കുറച്ച് മാർക്ക് കൂട്ടി കൊടുത്തു. ഇവിടെ 45 കൊടുത്തപ്പോൾ കണ്ട അവിടെ ഫസ്റ്റ് ക്ലാസ് ആയത് കണ്ട. മനസ്സിലായ? അപ്പോൾ ഇതേപോലെ നമുക്ക് നല്ല രീതിയിൽ കണ്ടീഷൻസുകൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, കുറച്ച് കൺഫ്യൂഷൻ ആയിണ്ടാവും. അതൊന്ന് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവുന്ന കേസേ ഉള്ളൂ, ടെൻഷൻ ആവുമൊന്നും വേണ്ട കേട്ടോ. ഞാൻ ഈ എക്സൽ ഷീറ്റ് മെയിൽ ചെയ്ത് തരാം. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ ഇക്വേഷൻസും ഉണ്ടാവും. ഒപ്പം തന്നെ ക്ലാസ്സും ഞാൻ അയച്ചു തരാം കേട്ടോ. ഞാനിവിടെ ഒരു പേരിടാം. അപ്പോൾ ഞാൻ തൽക്കാലം ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ തന്നെ കൊടുക്കാം. പിന്നെ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ചോദിച്ചോളൂ. എനിക്കൊരു സർട്ടിഫിക്കറ്റിന്റെ ഞാൻ ടൈപ്പ് ചെയ്യുന്നതിന് ഒരു മാറ്റർ ആയിരുന്നു അത്. എനിക്ക് എന്താ പറയാ ഫോണിലുണ്ട്, പക്ഷെ എനിക്ക് അതാണെങ്കിൽ ഞാൻ അതൊന്ന് എഡിറ്റ് ചെയ്ത് വീണ്ടും എനിക്കത് വീണ്ടും നല്ല എംബസിയിൽ എഡിറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കുമ്പോ ഞാനത് മെയിൽ ചെയ്തു. മെയിലിൽ കയറിയിട്ട് അത് എഡിറ്റ് ചെയ്യാൻ നോക്കി, അത് ഫോട്ടോ ആയിട്ടാ വന്നത്. അപ്പം ഫോണിൽ നിന്ന് എടുത്തോണ്ട് അപ്പൊ അതിൽ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതെന്തായിരിക്കും? എന്ത് എഡിറ്റ് ചെയ്യാൻ? സർട്ടിഫിക്കറ്റ് എന്താണ്? എന്തിലുള്ള ഫയലാണ്? വേർഡിലുള്ള ഫയലാണോ? ഞാൻ വേർഡിലുള്ളതാണ് അത്. എനിക്കൊരു സർട്ടിഫിക്കറ്റ് അതിന് കോപ്പി എന്റെ കയ്യിൽ കോപ്പി മൊബൈലിലാണ് ഉണ്ടായിരുന്നത്. മൊബൈലിൽ നിന്ന് ഞാനത് മെയിലിലോട്ട് ഇത് ചെയ്തു, സെൻഡ് ചെയ്തു. ഞാൻ ചോദിക്കുന്നത് ആ ഫയല് വേർഡ് ഫയലായിട്ടാണോ എടുക്കുന്നത്? വേർഡ് ഫയൽ ആയത് എനിക്ക് എഡിറ്റ് ചെയ്യാൻ എളുപ്പമായിരുന്നു. ഇത് എനിക്ക് ഫോട്ടോ ആയിട്ട് ഇരുന്നതാ, മീൻസ് പിക്ചർ ഫോട്ടോ ആയിട്ട്. അത് നമുക്ക് ആ പിക്ചർ ഫോർമാറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എഡിറ്റ് ചെയ്യാൻ, വേർഡിൽ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനായിട്ട് നിങ്ങൾ ഫോട്ടോഷോപ്പിലാണ് പിന്നെ അത് മാച്ച് കളഞ്ഞിട്ട് എഡിറ്റ് ചെയ്യാം. അതായത് ടെക്സ്റ്റ് ഫയൽ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് വേർഡിൽ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ടെക്സ്റ്റ് ഫയൽ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റി. പിന്നീട് ഞാൻ നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന ഒരു വേർഡില് അത് കിടക്കണ്ടായിരുന്നു, അപ്പൊ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റി. പക്ഷെ അതിന് മുന്നേ ഞാൻ ഇങ്ങനെ ഇത് ട്രാൻസ്ഫർ ഞാൻ എനിക്ക് അറിയാത്തോണ്ടാണോ? അല്ല അതായത് പിക്ചർ ഫയലുകളിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് വേർഡിൽ ഒരു ഓപ്ഷൻസ് ഇല്ല. പിന്നെ ടെക്സ്റ്റ് ബോക്സ് ഒക്കെ ഇൻസേർട്ട് ചെയ്തിട്ട് ചെയ്യണം. മറിച്ച് വേർഡ് ഫയലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യാം. അത് എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റി. പിന്നീട് അത് എനിക്ക് കിട്ടിയപ്പം എനിക്ക് ചെയ്യാൻ പറ്റി. ശരി, അത് ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ എക്സൽ ഫയൽ മെയിൽ ഐ ഡി ഒന്ന് എനിക്ക് പറഞ്ഞുതരൂ. മെയിൽ ഐ ഡി, ഇമെയിൽ ഐ ഡി. ഒരു മിനിറ്റ് ഞാൻ അങ്ങോട്ട് അയച്ചാൽ മതിയോ? മതി.
മതി മതി